ഇന്നൊരു ലഞ്ച് വീഡിയോ ആയാലോ, അതും അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട്. ഇന്ന് അച്ഛൻ രാവിലെ തന്നെ കേര കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം കേര വേണോ ചെമ്മീൻ വേണോ എന്ന് ചോദിച്ചാൽ അച്ഛൻ വന്നപ്പോൾ ഞാൻ അഞ്ജുനോട് പറഞ്ഞു, അമ്മയുടെ കേരക്കറി അടിപൊളിയാ വിത്ത് മോര് കറിയും. മോരും മീൻ കറിയും വിത്ത് ആഹാരം എന്ന് പറയും, പക്ഷേ ഈ രണ്ട് കോമ്പോ എനിക്ക് ഇഷ്ടമാണ് അമ്മ വെക്കുന്നത്. അപ്പം അച്ഛൻ കേര തന്നിട്ട് പോയി. പക്ഷെ അത് കേട്ടിട്ടാണോ എന്നറിയില്ല, അമ്മ പിന്നെ പോയി കുമ്പളങ്ങയും മേടിച്ചുകൊണ്ട് മോര് കറിയും വെക്കാൻ വേണ്ടി. അങ്ങനെ കേരക്കറിയും മീൻ കറിയും അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അച്ഛൻ്റെ നിന്ന് ചെമ്മീൻ മേടിച്ചിട്ട് അതിൽ നിന്ന് പ്രോൺസ് നിർവ്വാണം ഉണ്ടാക്കാനായിട്ട് അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഈ പരിപാടി കഴിഞ്ഞ് അമ്മ എനിക്കൊരു അടുപ്പൊഴിഞ്ഞ് തന്നാലേ എനിക്ക് എൻ്റെ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അമ്മയാണെങ്കിൽ റോക്കറ്റ് വിട്ട സ്പീഡിൽ എല്ലാം ചെയ്യുന്നുണ്ട്. അമ്മക്ക് ഇതായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളൊരാൾ കഷ്ടപ്പെടുമ്പോൾ വെറുതെ നിൽക്കരുതല്ലോ. ഞാൻ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് അമ്മയും ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നു. അമ്മയുടെ മോര് കറി അടിപൊളി. അമ്മയുടെ ഈ കോമ്പോ അടിപൊളിയാണ്. അങ്ങനെ അമ്മ എനിക്ക് ആ സാധനം എടുത്ത് വിറകടുപ്പിലോട്ട് വെച്ചത്. അപ്പം എനിക്കൊരു അടുപ്പ് ഒഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്രോൺസ് എടുത്ത് ഞാൻ ആ അടുപ്പിലോട്ട് ഇട്ടു. ഇതിൻ്റെ ഇടയിൽ അമ്മ താളിച്ചൊഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു 2 കറിയിലോട്ടും. ഈ സമയത്ത് പീലു ഉറങ്ങിയിരുന്നു. പീലു എണീറ്റത് ഈ സമയത്താണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു മെമ്പർ അടുക്കളയിലേക്ക് ഇൻസ്പെക്ഷനായിട്ട് വന്നിട്ടുണ്ടായി ഇതിൻ്റെ ഇടയിൽ. എൻ്റെ പ്രോൺസൊക്കെ അവിടെ കിടന്ന് വേവുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ മൂടി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചോറ് തിന്നാനെടുത്തു ഗായ്സ്. കേരക്കറി, മോര് കറി, പിന്നെ ഇന്നലത്തെ കൂന്തൽ, എൻ്റെ പ്രോൺസ്, പിന്നെ ഇത്തിരി സ്ഥലം ഉണ്ടായില്ല അച്ചാറും കൊണ്ടും കുത്തിക്കയറ്റി പറയുമ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം. എന്ത് ടേസ്റ്റാണ് എൻ്റെ ദൈവമേ. ഈ കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ മെയിൻ കോമ്പോ. എന്തെങ്കിലും പരിപാടി വെക്കുമ്പോൾ വരുമ്പോൾ അമ്മ ഈ സാധനം ഉണ്ടാക്കും. എൻ്റെ അമ്മ നോക്കി എന്ത് ടേസ്റ്റാണെന്ന് അറിയും. ഇപ്പോഴും ഞാൻ വായിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അടിപൊളിയായിരുന്നു. ചൂടായിരുന്നതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കഴിക്കാൻ. നിതീഷ് ചേട്ടൻ്റെ വേ ഓഫ് ഈറ്റിംഗ് ആണത്. എല്ലാ പീസിൽ നിന്നും ഓരോ പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചോറ് വെച്ചിട്ടാണ് നിതീഷ് ചേട്ടൻ കഴിക്കുന്നത്. ഞാൻ പിന്നെ എല്ലാം കൂടിയിട്ട് കൂട്ടി കുഴച്ചാണ് കഴിക്കാറ്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് കുശാലായിരുന്നു.